വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്ഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന നാളെ അഫ്ഫാനെ കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട്, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30 പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊന്നതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫ്ഫാൻ അഫ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും ഭാവവ്യത്യാസങ്ങളില്ലാതെ അഫ്ഫാൻ പോലീസിന് വിവരിച്ചു നൽകി. ഇതിനുശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എരിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടന്നു. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും ജയിലിലേക്ക് മടങ്ങും. ജനുവരി 24-നാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫ്ഫാൻ 5 ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. വയോജന കേന്ദ്രത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന അഫ്ഫാന്റെ മാതാവ് ഷെമിയെ അന്വേഷണ സംഘം സന്ദർശിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൊഴിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞു മാത്രമേ ഷെമിയുടെ വിശദമായ മൊഴിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ പറഞ്ഞു.